ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഇന്ന് നമ്മെ തരം താഴ്ത്തി അപമാനിച്ച് ഒറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ്. കർത്താവായ ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് തുണയായിരിക്കും. കർത്താവായ ദൈവം ഇന്നൊരു പുതിയ അനുഭവം, ദൈവിക അനുഭവം, ദൈവിക സന്തോഷവും ആനന്ദവും നിങ്ങൾക്ക് നൽകും. ഒരു പുതിയ ജീവിതത്തിന് നിങ്ങളെ ഉടമയാക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കായി ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് സാധിക്കട്ടെ. കർത്താവായ ദൈവം ഇന്ന് നമ്മെ എല്ലാ ആകുലതകളും മാറ്റി അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഹൃദയം തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നവരെ അവിടുന്ന് സഹായിക്കും, അവിടുന്ന് അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, നിന്റെ ഭാരം, നിന്റെ പ്രയാസങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ വിളിച്ച് ഉണർത്തിയത്, ഇന്ന് അവിടുത്തെ പദ്ധതി പ്രകാരം നാം കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കുന്നതിനാണ്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കുന്നതിനാണ്. ഇന്നുവരെ കാത്തു പരിപാലിച്ച ദൈവം ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവ് നിങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര അടയാളമായ കുരിശിലെ സത്യം ഇന്ന് നമുക്ക് രുചിച്ചറിയാം. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്. സകലതും കർത്താവ് നവീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിൽ നിന്ന് ഒഴുകിയ തിരുച്ചോരയുടെ യോഗ്യതകളാൽ നാം ഏവരും നീതിമാന്മാരാക്കാൻ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നു. നീതിമാന്മാരെ അല്ല, പാപികളെയാണ് കർത്താവ് ഇന്ന് വിളിക്കുന്നത്. കർത്താവെ,
അങ്ങയുടെ സന്നിധിയിൽ, അങ്ങയുടെ മുന്നിൽ ഞാൻ പാപം ചെയ്തു പോയി. എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അങ്ങയുടെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. അങ്ങയുടെ സ്വന്തം രക്തത്താൽ ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യം ഞങ്ങളുടെ മേൽ എത്തിക്കുന്നതിന് വേണ്ടി കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം പ്രാപിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കുരിശിൻ്റെ യോഗ്യതയാലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സഹായം തരണമേ. ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം ഇന്ന് ഞങ്ങൾക്ക് വേണം. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ സൗഖ്യം ഞങ്ങൾക്ക് വേണം. എൻ്റെ കർത്താവെ, ഇന്നത്തെ ദിവസം രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം പ്രാപിച്ച ഈശോനാഥ, അങ്ങ് കുരിശിൽ സഹിച്ച ഓരോ വേദനയും എൻ്റെ രക്ഷയ്ക്കു വേണ്ടി, എൻ്റെ വിടുതലിനു വേണ്ടി, എൻ്റെ സൗഖ്യത്തിനു വേണ്ടി, എൻ്റെ ഉയർച്ചയ്ക്കും വിജയത്തിനും വേണ്ടിയായിരുന്നുവല്ലോ. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി നിരന്തരം പൊരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, ഇന്നത്തെ പ്രഭാതത്തിൽ അവിടുന്ന് എന്നോട് കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, എൻ്റെ സഹോദരി സഹോദരങ്ങൾ, എൻ്റെ കുടുംബത്തിൽ നിന്ന് അനേകർ വേർപെട്ടു പോയിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രക്ഷയുടെ സന്ദേശം അവരെ ഓരോരുത്തരെയും അവിടുന്ന് അറിയിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവരോട് കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഏറ്റെടുത്ത ജോലികളെ ഉത്സാഹപൂർവം ചെയ്തു തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവസന്നിധിയിൽ കൂടുതൽ കമ്മിറ്റഡ് ആകുവാൻ, ഞങ്ങളുടെ എല്ലാ ജോലികളിലും ഞങ്ങൾ നീതിയുക്തമായി ഓജസ്സും ഉത്സാഹത്തോടു കൂടിയും ചെയ്തു തീർക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും വേദനയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന ഓരോ കാര്യത്തിലും അവിടുന്ന് കരുണ ചൊരിയണമേ. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ അനുഗ്രഹം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ നിറയ്ക്കട്ടെ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളുടെ പരീക്ഷയെ, പഠനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ വിവാഹ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മക്കളുടെ ഭാവി ജീവിതത്തെ അവിടുന്ന് സുരക്ഷിതമാക്കണമേ. അവരുടെ വിദേശ ജോലിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, വിവിധ മേഖലകളിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ച് ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. പഴയതെല്ലാം കടന്നുപോയി, കർത്താവെല്ലാം നവീകരിക്കുന്നവനാണല്ലോ. ഈശോയെ, അങ്ങയുടെ കുരിശു മരണത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ നവീകരിച്ചു. അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയച്ച് ഇന്ന് ഞങ്ങളുടെ തകർന്ന അവസ്ഥയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് ഇന്ന് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയങ്ങളെയും നീ ആശീർവദിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ സമയത്തെ ഏറ്റവും ഉന്നതമായ രീതിയിൽ വിനിയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ തന്നെ സൂക്ഷിച്ചു വെച്ച് ഞങ്ങളെ പൂർണ്ണമായി പാപവിമുക്തരാക്കണമേ. അങ്ങയോട് ചോദിക്കുന്ന എല്ലാവർക്കും നൽകുന്ന ദൈവമേ, ഞങ്ങളെ പാപവിമുക്തരാക്കി അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ നീതീകരിക്കണമേ. ഈശോയുടെ
സഹനങ്ങളെ പ്രതി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പൂർവികരെയും ജീവിത പങ്കാളിയെയും മക്കളെയും സഹോദരീ സഹോദരങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം വരിച്ചു. അങ്ങ് ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുന്ന് കുരിശു മരണത്തെ സ്വീകരിച്ചു. ഇന്ന് ആ കുരിശിനെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്ന, എൻ്റെ പരിശുദ്ധാത്മാവ് വഴി എന്നോട് കൽപ്പിക്കുന്ന എല്ലാം ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കുവാൻ പിതാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നരുളിച്ചത് ഈശോനാഥ. ഇന്നത്തെ ദിവസം പൂർണ്ണമായി യേശുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഇന്ന് ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ മുന്നേ നടന്ന് അവിടുന്ന് എല്ലാം ക്രമീകരിക്കുകയും നടത്തിക്കുകയും എല്ലാം കൃത്യമായി പര്യവസാനിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് സഹായം അയച്ച് കർത്താവെ, ഞങ്ങളെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി ഒരു പുതിയ കുടുംബമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങളെ, അനുഗ്രഹങ്ങളെ, നന്മകളെ ഇന്ന് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.